എറണാകുളം ഏലൂർ പാതാളത്തും പൊതുജനം കഴുത LSR ആശ്വാസമെത്തിക്കുന്നു. ശൗചാലയങ്ങളില്ലാതെ നരകയാതന അനുഭവിക്കുന്ന പാതാളം പഞ്ചായത്ത് കോളനി നിവാസികൾക്ക് ആശ്വാസ വാർത്ത. പൊതുജനം കഴുത LSRലൂടെ അധികൃതരുടെ ശ്രദ്ധയിലേക്കെത്തിയ പാതാളം പഞ്ചായത്ത് കോളനി നിവാസികളുടെ ദുരിതത്തിന് പരിഹാരം കാണുമെന്ന് ഏലൂർ നഗരസഭാ ഭരണസമിതിയുടെ ഉറപ്പ്. അടിയന്തര ഇടപെടലിന്റെ ഭാഗമായി ഈ മാസം 28-ന് കുടുംബങ്ങളുടെ യോഗം വിളിച്ചു ചേർത്തു. പൊതുജനം കഴുത LSR ഇമ്പാക്ട്. താമസിക്കാൻ വീട് വേണം. ഞാൻ മരിച്ചാണ് ഇവിടെ തന്നെ മരിക്കണം. നിങ്ങൾ തന്നെ എടുത്തു ശവക്കോട്ടേക്ക് കൊണ്ടുപോകും. ഒരു ഇതും ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടില്ല. എനിക്ക് ഒരു ഉപകാരം ഇതിനകത്ത് എനിക്ക് ചെയ്തു തരാം. എനിക്ക് അത്രയും സങ്കടമുണ്ട്. 25 കൊല്ലം ഈ നരകത്തിൽ കിടന്ന് ഞാൻ അറിയിക്കണത്. ശൗചാലയങ്ങളില്ലാതെ 40 വർഷത്തിലധികമായി നരകജീവിതം നയിക്കുകയാണ് എറണാകുളം ജില്ലയിലെ പാതാളം പഞ്ചായത്ത് കോളനി. 27 കുടുംബങ്ങളിലെ 130 ജീവിതങ്ങളുടെ തീരാദുരിതം പൊതുജനം കഴുത LSRലൂടെയാണ് അധികൃതരുടെ ശ്രദ്ധയിലെത്തിയത്. വാർത്തയ്ക്ക് പിന്നാലെ ഏലൂർ നഗരസഭയുടെ അടിയന്തര ഇടപെടൽ. ഈ മാസം 28-ന് 27 കുടുംബങ്ങളുടെയും യോഗം വിളിച്ചു. അർഹരായവർക്ക് അടിയന്തര സഹായം നൽകും. ഇവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് ഫ്ളാറ്റ് സമുച്ചയം ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഉണ്ടാകുമെന്ന് നഗരസഭാ അധ്യക്ഷ ലൈജി സജീവൻ പറഞ്ഞു. ഈ വർക്ക് നമ്മൾ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് പൊതു ശൗചാലയ നവീകരണം എന്ന് പറഞ്ഞ പ്രോജക്റ്റ് 7 ലക്ഷം രൂപയുടെ വർക്ക് എടുത്തതാണ്. അത് ടെൻഡർ നടപടി പൂർത്തിയാക്കി. കരാറുകാരൻ നമ്മുടെ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം വന്നതിനാലും പുതിയ ഭരണസമിതിയുടെ ഒരു കാലതാമസം, ചുമതലയേൽക്കാനുള്ള ഒരു കാലതാമസമൊക്കെ ഇതിന് കാരണമായി. പിന്നെ 40 വർഷത്തിലേറെയായി താമസിക്കുന്നവർ സ്ഥിരമായിട്ട് അവിടെ താമസിക്കുന്നില്ല. അവർ പുതിയ ആളുകൾ താമസിച്ചു വരുന്നുണ്ട്. ഒരു ഫ്ലാറ്റ് സമുച്ചയം ഭൂരഹിത ഭവനരഹിതർക്കായിട്ട് ഒരുക്കുന്നുണ്ട്. അപ്പം ഇതിൽ നിന്ന് അർഹരായവരെല്ലാം ആ ലൈഫ് ഫ്ലാറ്റ് സമുച്ചയത്തിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തും. മതിയായ രേഖകൾ പരിശോധിച്ച് മാനദണ്ഡപ്രകാരം. അല്ലാത്തവർക്കെതിരെ നടപടികളെടുക്കും. കൂലിയില്ലാതെ പൊതുശുചിമുറിയുടെ കെയർടേക്കറായി നിൽക്കുന്ന മുത്തുലക്ഷ്മിക്ക് കൂലി നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടികളും വേഗത്തിലാക്കുമെന്ന് ലൈജി സജീവൻ പറഞ്ഞു. ടെൻഡർ പൂർത്തിയാക്കി കരാറുകാരൻ പ്രവൃത്തി ഏറ്റെടുത്തിരുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് വരികയും പുതിയ ഭരണസമിതി ചുമതലയേൽക്കാൻ വന്ന കാലതാമസവുമാണ് ഉണ്ടായതെന്നാണ് നഗരസഭയുടെ വിശദീകരണം. പഞ്ചായത്ത് മാർക്കറ്റ് പണിയുന്നതിനായി വാങ്ങിയ 67 സെന്റ് ഭൂമിയിൽ ഒരു പൊതു ശൗചാലയം, ശ്മശാനം, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്നിവ കഴിഞ്ഞ ബാക്കി വരുന്ന ഭൂമിയിലാണ് 27 കുടുംബങ്ങൾ താമസിക്കുന്നത്. ഇത്രയും കുടുംബങ്ങൾക്ക് ആകെയുള്ളത് ഒരു പൊതു ശൗചാലയം മാത്രം. സെപ്റ്റി ടാങ്ക് പൊട്ടിയൊലിച്ച് പുറത്തേക്ക് പോകുന്നു. കുളിക്കാനും അലക്കാനും ഉപയോഗിക്കുന്ന വെള്ളം മാലിന്യം നിറഞ്ഞു കിടക്കുന്നു. 2 ദിവസം അടുപ്പിച്ചു മഴ പെയ്താൽ വീടുകളിൽ വെള്ളം കയറും. ഈ കുടുംബങ്ങളുടെ ദുരവസ്ഥയ്ക്കാണ് 24 പൊതുജനം കഴുത LSRലൂടെ പരിഹാരമാകുന്നത്. 27 കുടുംബങ്ങളിലായുള്ള ആ 130 പേർക്ക് നരകജീവിതത്തിൽ നിന്നും ഒന്ന് കരകയറണം. അതിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അടിയന്തര നടപടി അത് വേഗത്തിലാകട്ടെ. അർഹരായവർക്ക് അതിനനുസരിച്ചുള്ള പരിഗണനയും കിട്ടണം. കൊച്ചിയിൽ നിന്നും ആൻമരി അസനി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.